2026 നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള കളം ഒരുങ്ങുകയാണ്. കേരളം ഉൾപ്പെടെ തന്നെ 4 സംസ്ഥാനങ്ങളിലാണ് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത്. അതിൽ കേരള രാഷ്ട്രീയത്തെ ഏറെ പ്രാധാന്യത്തോടെ തന്നെയാണ് പൊതുജനങ്ങൾ ഉറ്റുനോക്കുന്നത്. 10 വർഷം നീണ്ടുനിന്ന പിണറായി ഭരണത്തിന് അന്ത്യമുണ്ടാകുമോ, അതോ മൂന്നാം ഭരണം പിടിക്കുമോ എന്ന ഒരു ചോദ്യം ഉയരുമ്പോൾ ഈ മാസം 28-ന് ശേഷം തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഇടത് വലത് മുന്നണികൾ പ്രവർത്തനം തുടങ്ങിയതായിട്ടാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. സജീവമായി തന്നെ BJPയും ഒപ്പത്തിനൊപ്പം തന്നെ മുന്നേറുന്നതും ഇവിടെ കാണാൻ സാധിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം BJP പിടിച്ചതോടുകൂടി തന്നെ നേതാക്കൾ അടക്കം ഇപ്പോൾ കൂടുതൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതായി തന്നെ ഇവിടെ എടുത്തു പറയേണ്ട ശ്രദ്ധേയമായ കാര്യമാണ്. ഭരണം പിടിച്ചില്ലെങ്കിൽ പോലും വലിയൊരു അടിത്തറ പാകാൻ കഴിയുന്നതായി തന്നെ BJPയുടെ പ്രവർത്തനം വിലയിരുത്തുന്നതായി തന്നെ പൊതുജനങ്ങളും ഇതിനോടായി പ്രതികരിക്കുന്നുണ്ട്. എന്നാൽ ഇടത് മുന്നണിയെ വെട്ടിലാക്കാനായി തന്നെ ശബരിമല സ്വർണ്ണക്കുള്ള ആരോപണം അടക്കം തന്നെ വലിയ രീതിയിലാണ് വേട്ടയാടപ്പെടുന്നത്. ഇതെല്ലാം തരണം ചെയ്തുകൊണ്ട് പൊതുജനം പിണറായി സർക്കാരിനൊപ്പം നിൽക്കുമോ എന്നതാണ് ഇവിടെ മറ്റൊരു ചോദ്യമായി തന്നെ ഉയരുന്നത്. അതോ ഭരണമാറ്റം ആഗ്രഹിക്കുന്നോ, അല്ലെങ്കിൽ വലിയ രീതിയിൽ കോൺഗ്രസ് പാർട്ടി ഈ ഭരണം പിടിക്കുമോ എന്ന ചോദ്യങ്ങൾ അടക്കമാണ് ഉയർന്നു കേൾക്കുന്നത്. ഇനി കോൺഗ്രസ് ആകട്ടെ ഭരണത്തിലെത്തിയാൽ ആരാകും മുഖ്യമന്ത്രി എന്നതിനെ ചൊല്ലി കോൺഗ്രസിലാകട്ടെ വലിയ തർക്കങ്ങൾ ഉടലെടുക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് തീയതി ഉടൻ തന്നെ പ്രഖ്യാപിച്ചേക്കും എന്ന വാർത്തകൾ പുറത്തു വരുന്നത്. അതായത് കേരളം അടക്കമുള്ള 4 സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശമായ പുതുച്ചേരിയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തെ കൂടാതെ തന്നെ ആസാം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. തിരഞ്ഞെടുപ്പ് ജോലികളുമായി നേരിട്ട് ബന്ധമുള്ള ഉദ്യോഗസ്ഥരെ സ്വന്തം ജില്ലയിൽ നിന്ന് സ്ഥലം മാറ്റാൻ ഇപ്പോൾ ചീഫ് സെക്രട്ടറിമാർക്കും അവിടെ DGPമാർക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയതായും വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഒരേ ജില്ലയിൽ 3 വർഷം തുടരുന്നവരെ എല്ലാം തന്നെ സ്ഥലം മാറ്റാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടർമാർ, ADMമാർ, അതുപോലെ തന്നെ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റർ, തഹസീൽദാർമാർ, അതേപോലെ തന്നെ BDO എന്നിവർക്കും റേഞ്ച് ADGP മുതൽ സബ് ഇൻസ്പെക്ടർ വരെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കും ഈ നിർദ്ദേശം ബാധകമാണ് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. മെഡിക്കൽ ഓഫീസർമാരും അധ്യാപകരും അടക്കമുള്ള തിരഞ്ഞെടുപ്പുമായി തന്നെ നേരിട്ട് ബന്ധമില്ലാത്തവർക്ക് ഈ നിർദ്ദേശം ബാധകമല്ല. മെയ് 31-നകം തന്നെ വിരമിക്കുന്ന ഉദ്യോഗസ്ഥരെയും ഒഴിവാക്കിയിട്ടുണ്ട് എന്നതാണ് ഇവിടെ എടുത്ത് കാണിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം. ഔദ്യോഗിക പദവിയുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ കേസുകൾ നിലവിലുള്ളവരോ അച്ചടക്ക നടപടികൾ നേരിടുന്നവരോ മുൻ തെരഞ്ഞെടുപ്പുകളിൽ വീഴ്ച വരുത്തിയവരോ ആയ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുപ്പ് ജോലികളിൽ നിന്നും ഉൾപ്പെടുത്തരുതെന്നും നിർദ്ദേശങ്ങൾ കർശനമായി തന്നെ ഇവിടെ പുറപ്പെടുവിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ ഫെബ്രുവരി 28-നകം തന്നെ സമർപ്പിക്കുവാനും കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ഈ ഒരു സാഹചര്യത്തിൽ ഫെബ്രുവരി 28-ന് ശേഷമായിരിക്കും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുക. കേരളത്തിൽ മെയ് 23 വരെയാണ് നിലവിൽ സർക്കാരിന്റെ കാലാവധി ഉള്ളത്. പുതുച്ചേരിയിൽ ജൂൺ 15-നാണ് നിലവിലെ സർക്കാർ കാലാവധി പൂർത്തിയാകുന്നതും. മറ്റിടങ്ങളിലെല്ലാം തന്നെ മെയ് മാസത്തിൽ തന്നെയാണ് കാലാവധി തീരുന്നതും. ഇതിനെല്ലാം മുൻപേ തന്നെ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും എന്നതാണ് ഇപ്പോൾ പ്രത്യേകമായി തന്നെ സൂചിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.